കേരളത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചുവരവ് നടത്തിയ ടോപ്പ് 10 രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. 10ാം സ്ഥാനത്തുള്ളത് വി.ഡി. സതീശനാണ്. പാർട്ടി INC. 1996 അഗതി നിയമസഭാ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും 2001 മുതൽ പറവൂരിൽ തുടർച്ചയായ വിജയങ്ങളിലൂടെ ഉയർന്നു. 9ാം സ്ഥാനത്തുള്ളത് PC ജോർജാണ്. വിവിധ കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ, ഇൻഡിപെൻഡന്റ്, BJP പ്രധാന മുന്നണികളുടെ പിന്തുണയില്ലാതെ 2016 പൂഞ്ഞാറിൽ സ്വതന്ത്രമായി മത്സരിച്ച് 27,821 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 8ാം സ്ഥാനത്തുള്ളത് K മുരളീധരനാണ്. പാർട്ടി INC. രാഷ്ട്രീയ ജീവിതത്തിൽ പാർട്ടി മാറ്റം, തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾ നേരിട്ട ശേഷം കോൺഗ്രസിലേക്ക് മടങ്ങി വീണ്ടും MLA യും ലോക്സഭാ MPയുമായി തിരിച്ചുവരവ് നടത്തി. 7ാം സ്ഥാനത്തുള്ളത് രമേശ് ചെന്നിത്തലയാണ്. പാർട്ടി INC. 2021 ശേഷം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി തുടർന്നു. 6ാം സ്ഥാനത്തുള്ളത് പിണറായി വിജയനാണ്. പാർട്ടി CPIM. ദീർഘകാല പാർട്ടി സംഘടനാ നേതൃത്വത്തിന് ശേഷം 2016 മുഖ്യമന്ത്രിയായി. 2021 കേരളത്തിലെ പതിവായ അധികാരമാറ്റത്തെ മറികടന്ന് LDF രണ്ടാമതും വിജയിച്ചു. 5ാം സ്ഥാനത്തുള്ളത് ഉമ്മൻചാണ്ടിയാണ്. പാർട്ടി INC. 2006 അധികാരം നഷ്ടപ്പെട്ട ശേഷം പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു. 2011 UDF വീണ്ടും അധികാരത്തെത്തിയപ്പോൾ രണ്ടാം തവണ മുഖ്യമന്ത്രിയായി. 4ാം സ്ഥാനത്തുള്ളത് EK നായനാറാണ്. പാർട്ടി CPIM. ആദ്യ മുഖ്യമന്ത്രി സർക്കാർ 1980 അവസാനിച്ചെങ്കിലും പിന്നീട് 1987 1996 വീണ്ടും മുഖ്യമന്ത്രി തിരിച്ചെത്തി. 3ാം സ്ഥാനത്തുള്ളത് AK ആന്റണിയാണ്. പാർട്ടി INC. 1978 മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷവും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തി. പിന്നീട് 1995 2001 മുഖ്യമന്ത്രിയായി. 2ാം സ്ഥാനത്തുള്ളത് K കരുണാകരനാണ്. പാർട്ടി INC. 1977 മുഖ്യമന്ത്രി സ്ഥാനം വളരെ ചുരുങ്ങിയ കാലത്തിൽ നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് വീണ്ടും ശക്തമായി തിരിച്ചെത്തി. ആകെ 4 തവണ കേരള മുഖ്യമന്ത്രിയായി. അതിന്റെ നമ്പർ 1 VS അച്യുതാനന്ദനാണ്. പാർട്ടി CPIM. 2006 സ്ഥാനാർത്ഥിത്വം പോലും അനിശ്ചിതമായ സാഹചര്യത്തിൽ വലിയ ജനപിന്തുണ ഉയർന്നു. പാർട്ടി തീരുമാനം മാറുകയും പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയാവുകയും ചെയ്തു.